ഫലസ്തീൻ ജനതയുടെ വിമോചനത്തിനായി ദീർഘകാലമായി പൊരുതുന്ന ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെ നാൾ വഴികളിൽ പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു 2023 ഒക്ടോബർ 7 തൂഫാനുൽ അക്സ. ഇസ്രായേൽ ലോകത്തിനു മുമ്പിൽ കെട്ടി ഉയർത്തി കൊണ്ടാടിയ പല മിഥ്യകളും ഒറ്റയടിക്ക് തകർന്നു വീണ ദിവസമായിരുന്നു അന്ന്. മൊസാദിന്റെ ചാരവൈദഗ്ധ്യവും അയൺ ഡോമിന്റെ പ്രതിരോധ കരുത്തും സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ആയുധശേഷിയുമെല്ലാം നിമിഷങ്ങൾ കൊണ്ട് നിഷ്പ്രഭമായി തീർന്ന ദിനമായിരുന്നു അത്. ലോകം തന്നെ സ്തബ്ധമായി പോയ ദിനം. തൂഫാനുൽ അക്സക്ക് ശേഷം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നിരവധി സന്ദിഗ്ധ സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇസ്രായേലിന്റെ പ്രതികാര ദാഹത്തിനിരയായി പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കുരുതി കൊടുക്കപ്പെട്ട യുദ്ധമായി ഇസ്രായേൽ ആക്രമണം ചരിത്രത്തിൽ അടയാളപ്പെട്ടു. വീടുകളും വിദ്യാലയങ്ങളും ആതുരാലയങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും വരെ തമ്മാടി രാഷ്ട്രം മൺകൂനകളാക്കി മാറ്റി. ഹമാസിന്റെ ഉന്നത നേതാക്കൾ അടക്കം നിരവധി പേർ രക്തസാക്ഷികളായി. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരും കവികളും കായിക താരങ്ങളും മാധ്യമ പ്രവർത്തകരും വരെ കൂട്ടക്കൊലക്കിരയായി. കൂട്ടക്കുഴിമാടങ്ങൾ ഗസയിലെ സർവ്വസാധാരണമായ കാഴ്ചയായി മാറി. 400 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഗസ എന്ന ചെറുത്തുനിൽപ്പിന്റെ പറുദീസയിലെ ഓരോ ഇഞ്ച് ഭൂമിയും ഇസ്രായേൽ അധിനിവേശ സൈന്യം ഉഴുതുമറിച്ചു. ലബനാനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും പോരാട്ട ഭൂമിയിൽ ഹമാസിനു തുണയായി. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള അടക്കം രക്തസാക്ഷികളായി. വെടിനിർത്തൽ കരാറുകൾ പലതവണ ഏകപക്ഷീയമായി ലംഘിക്കപ്പെട്ടു. ഫലസ്തീൻ ജനതയുടെ ഉറ്റ തോഴരായിരുന്ന ഇറാനെ ഇസ്രായേൽ അന്യായമായി ആക്രമിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത സംഘർഷത്തിലമർന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനേയി ഉൾപ്പെടെ രക്തസാക്ഷി പരമ്പരകൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും ചോര കൊണ്ട് ചരിത്രമെഴുതി. ഇറാന്റെ തുടർച്ചയായ തിരിച്ചടികൾ ഇസ്രായേലിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. അധികാരത്തിൽ തുടരാനുള്ള നെതന്യാഹുവിന്റെ മോഹങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ കോമാളിത്തരങ്ങളും ഇസ്രായേൽ അമേരിക്കൻ ജനതയിൽ മാത്രമല്ല ലോകത്തിനു മുമ്പിൽ തന്നെയും ഇരു രാഷ്ട്രങ്ങൾക്കും വലിയ അവമതിപ്പാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം അന്തിമ വിശകലനത്തിൽ നെതന്യാഹുവിനെതിരായ ജനാഭിപ്രായം രൂപപ്പെടുന്നതിന് കാരണമായി. ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്റെ അധികാരം സുസ്ഥിരമാക്കാൻ വേണ്ടിയായിരുന്നു ഈ ചോരക്കളിയെല്ലാം നടത്തിയത്. എന്നാൽ അതിന്റെ ബാക്കി പത്രം പരിശോധിക്കുമ്പോൾ സയനിസ്റ്റ് രാഷ്ട്രത്തിന് പൊതുവിലും നെതന്യാഹുവിന് വ്യക്തിപരമായും വമ്പിച്ച തിരിച്ചടിയായി മാറിയെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം നിരീക്ഷിക്കുന്നത്. ഇസ്രായേലി മാധ്യമങ്ങൾ ഉദ്ധരിച്ച സർവേയിൽ 73% ഇസ്രായേലി തൊഴിലാളികളും വിദേശത്തേക്ക് മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. രാഷ്ട്രീയ തിരിച്ചടികൾ, പൊതുജനങ്ങളിലെ നിരാശ, ആഭ്യന്തര രാഷ്ട്രീയവും ദേശീയ സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിലെ വർദ്ധിച്ചു വരുന്ന പ്രതികൂല ഘടകങ്ങൾ എന്നിവയാൽ വലയം ചെയ്യപ്പെട്ട ഒരു നേതാവായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറിക്കഴിഞ്ഞുവെന്ന വിമർശനം ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ശക്തമായി ഉന്നയിക്കുന്നു. ഇസ്രായേലി വാർത്താ വെബ്സൈറ്റായ സമാൻ ഇസ്രായേൽ നെതന്യാഹു ചരിത്രത്തിന്റെ പാഠങ്ങൾ പഠിക്കണം എന്നും പടുകുഴിയിലേക്ക് വീഴുന്നതിനു മുമ്പ് ഇസ്രായേലിന്റെ തുടർച്ചയായ രാഷ്ട്രീയ തകർച്ച തടയണമെന്നും അഭിപ്രായപ്പെടുന്നു. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ പ്രതിരോധ ആക്രമണത്തെ ചുറ്റിപ്പറ്റിയുള്ള പരാജയങ്ങളെക്കുറിച്ചും സമീപകാല സംഭവങ്ങളെക്കുറിച്ചും ഗൗരവമേറിയതും സ്വതന്ത്രവുമായ അന്വേഷണം നടത്തിയാൽ നെതന്യാഹു പൊതുജീവിതത്തിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞു നിൽക്കണമെന്ന് ശുപാർശ ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുവെന്നാണ് പ്രസിദ്ധീകരണം നിരീക്ഷിക്കുന്നത്. നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിന് കീഴിൽ ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കയെക്കുറിച്ചും സമാൻ ഇസ്രായേൽ പരാമർശിച്ചു. അടുത്തിടെ നടത്തിയ ഒരു വാർഷിക സർവേയിൽ ഇസ്രായേലി തൊഴിലാളികളിൽ 73% പേരും ജോലിക്കും സ്ഥിരതാമസത്തിനുമായി വിദേശത്തേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി. ഒരു രാജ്യത്തെ പൗരന്മാർ തങ്ങളുടെ സുരക്ഷിത ജീവിതത്തിന് സ്വന്തം രാജ്യം ഉപേക്ഷിക്കേണ്ടി വരുന്നതിനേക്കാൾ ഒരു ഭരണകൂടത്തിന്റെ മുഖം വികൃതമാവാൻ മറ്റെന്തു കാരണമാണ് വേണ്ടത്? തൂഫാനുൽ അക്സക്ക് തൊട്ടുടനെയുള്ള സംഘർഷ സമയത്തും ഇസ്രായേലിനുള്ളിൽ നിക്ഷേപത്തിനു മടിച്ചതും
ലബനാൻ അതിർത്തിയിൽ നിന്ന് ആളൊഴിഞ്ഞു പോയതുമെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണം ഫലസ്തീൻ ജനതയെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കി എന്നതൊഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായും നയതന്ത്രപരമായും ഇസ്രായേലിന് വൻ നാശനഷ്ടമാണെന്ന നിരീക്ഷണത്തിലേക്കാണ് നയിച്ചത്. അതേസമയം നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ മോചനമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ വേദനാജനകമായ പരാജയങ്ങളുടെ ഒരു പരമ്പരയിൽ അവസാനിച്ചുവെന്നാണ് ദിനപത്രമായ മാരിവിൻ്റെ അഭിപ്രായം. പത്രം പറയുന്നതനുസരിച്ച് ഓരോ ദിവസം കഴിയും തോറും തൻ്റെ രാഷ്ട്രീയ ഭരണത്തിൻ്റെ അന്ത്യം അടുത്തു വരുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടുതൽ ബോധവാനായിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ നെതന്യാഹുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഫലപ്രദമല്ലെന്നാണ് സമാൻ ഇസ്രായേലിൻ്റെ വിമർശനം. ഫലപ്രദമായ ഒരു രാഷ്ട്രീയ സന്ദേശം സൃഷ്ടിക്കാൻ നെതന്യാഹു പാടുപെടുന്നതിനിടയിൽ AI ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രധാനമന്ത്രിയെ ഒരു ഡോക്ടറായി ചിത്രീകരിക്കുന്ന ഒരു AI നിർമ്മിത വീഡിയോ നെതന്യാഹുവിൻ്റെ പ്രചാരണ സംഘം അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ഇത് മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിദ്ധീകരിച്ച ഒരു പ്രചാരണ പരസ്യത്തിന് സമാനമായിരുന്നു. ഇസ്രായേൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് നടന്ന പ്രചാരണ പരിപാടികളിൽ സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനു പകരം ദിശാബോധമില്ലായ്മയാണ് പ്രതിഫലിപ്പിച്ചതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണ വീഡിയോകളിൽ വ്യക്തിപരമായി പ്രത്യക്ഷപ്പെട്ടതിന് പേരുകേട്ട നെതന്യാഹുവിനെ കമ്പ്യൂട്ടർ നിർമ്മിത കഥാപാത്രമായി രൂപാന്തരപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്നും അവർ ചോദിക്കുന്നു. നെതന്യാഹുവിനെ ഡോക്ടറുടെ റോളിൽ നിർത്തുന്നത് രാഷ്ട്രീയമായി വിപരീത ഫലമുണ്ടാക്കുമെന്നാണ് അവരുടെ വാദം. ക്യാൻസർ ചികിത്സ, പേസ് മേക്കർ ശസ്ത്രക്രിയ, മറ്റ് മെഡിക്കൽ നടപടിക്രമങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാനമന്ത്രിയുടെ സമീപകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇസ്രായേലികളെ ഇത് അബദ്ധവശാൽ ഓർമ്മിപ്പിച്ചുവെന്നും അവർ പറയുന്നു. ഇറാനെ കുറിച്ചുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തുകയും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗനെ പിന്തുണക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇസ്രായേലികൾക്കിടയിൽ US പ്രസിഡന്റിന് ഇപ്പോൾ അതേ ജനപ്രീതി ഇല്ലെന്ന് വാദിച്ചുകൊണ്ട് ട്രംപിന്റെ പ്രചാരണ സന്ദേശങ്ങൾ അടുത്തു തന്നെ അനുകരിക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനത്തെയും പത്രം ചോദ്യം ചെയ്യുന്നു. ഒക്ടോബർ 7-ന് ഐസൻകോട്ടിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന പ്രചാരണ വീഡിയോകളെയും പത്രം വിമർശിച്ചു. പ്രധാന സൈനിക നിയമനങ്ങളെക്കുറിച്ചുള്ള ചരിത്രരേഖയെ അവ വളച്ചൊടിക്കുന്നുവെന്നും ഇസ്രായേലിൻ്റെ ഇന്റലിജൻസ് നേതൃത്വത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ നെതന്യാഹുവിൻ്റെ സ്വന്തം സർക്കാരുകളുടെ കീഴിലായിരുന്നു എന്ന വസ്തുത അവഗണിക്കുന്നുവെന്നും അവർ വാദിച്ചു. ഒക്ടോബർ 7-ലെ ആക്രമണം, ഗസയിലെ യുദ്ധം, തുടർച്ചയായ രാഷ്ട്രീയ പ്രക്ഷുബ്ധത എന്നിവയെ തുടർന്ന് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തെ പരസ്യമായി ചോദ്യം ചെയ്യുകയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വം, തെരഞ്ഞെടുപ്പ് പ്രചാരണം, സുരക്ഷാ പരാജയങ്ങൾ എന്നിവയെ ചൊല്ലി വിമർശനങ്ങൾ ഉയരുന്നതോടെ അദ്ദേഹം രാഷ്ട്രീയമായി ഒറ്റപ്പെടൽ നേരിടുന്നുവെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.